നമ്മൾ അല്പം മുമ്പ് ജനങ്ങളോട് ചോദിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ 2020യുടെ എൻ ഡി എ പ്രവേശനം അത് ഏത് രീതിക്ക് പ്രതിഫലിക്കും എന്നുള്ളത്. ഏതാണെങ്കിലും എൻ ഡി എ പ്രവേശനത്തിന് പിന്നാലെ 2020യിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. നിരവധി പ്രവർത്തകർ രാജിവെച്ചു. വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഐക്യനാട് പഞ്ചായത്ത് മുൻ അംഗവും പാർട്ടി വിട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. 2020 എന്ന ഒരു അരാഷ്ട്രീയ സംഘടന എന്ന് പലരും പറയുമ്പോഴും അന്നൊക്കെ ഞങ്ങൾ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയ സംഘടന എന്താണ് എന്നൊക്കെ ഞങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ അരാഷ്ട്രീയ സംഘടനയാണ് എന്നുള്ളത് ഞങ്ങളുടെ അനുഭവത്തിലൂടെ കാലം തെളിയിച്ചു. കാരണം മറ്റുള്ള പാർട്ടിയുടെ MLA ആവട്ടെ MP ആവട്ടെ അവരുടെ കൂടെ ഒന്നും ഒരു സ്റ്റേജ് ഷെയർ ചെയ്യോ അവരുടെ ഫണ്ടുകൾ വാങ്ങാൻ അനുവദിക്കുകയൊന്നും ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടന എന്ന് പറയുമ്പോൾ അത് തീർത്തും രാഷ്ട്രീയ സംഘടന തന്നെയാണ്. അതായത് പാർട്ടി പ്രസിഡന്റ് പറയുന്നു, എല്ലാവരും അതിന് ഓക്കെ അടിക്കുന്നു. അല്ലാതെ എതിർത്തൊരു കാര്യം പറയാനായിട്ട് ഈ പാർട്ടി പ്രസിഡന്റ് ഫണ്ട് ചെലവാക്കുന്നു, ഇലക്ഷൻ നിർത്തുന്നു, അവർ തന്നെ ഫ്ലെക്സ് അടിക്കുന്നു, ചെലവുകളൊക്കെ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ആർക്കും തിരിച്ചൊരു കാര്യം ചോദിക്കാനോ അവരുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല ഈ പാർട്ടിയിൽ. വിവരങ്ങളുമായി അനിൽ ജോർജാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. അനിൽ, ഒരു ഏകപക്ഷീയമായ തീരുമാനത്തിലൂടെയാണ് കാര്യങ്ങൾ നീക്കിയതെന്നാണ് പറയുന്നത്. അണികൾക്ക് പോലും ഇക്കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള താല്പര്യവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഈ വ്യക്തമായി ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ അത് എത്രത്തോളം 2020യെ പിടിച്ചുലയ്ക്കും? ഇനി അങ്ങോട്ട് കാര്യങ്ങൾ എത്ര കണ്ട് വലിയ മുന്നണിയുടെ ഒരു സേവനമൊക്കെ ലഭിച്ചെന്ന് പറഞ്ഞാലും അണികളില്ലെങ്കിൽ പിന്നെ എന്ത് പാർട്ടി? സംഗീത, 2020യിൽ നിന്നും പ്രവർത്തകർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വടവുകോട്, ഐക്യനാട്, മഴുവന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ അടക്കം രാജിവെച്ച് മറ്റ് പാർട്ടികളിലേക്ക് പോവുകയാണ്. ഇന്നിപ്പോൾ രാജിവെച്ച് വടവുകോട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീദ്, ഐക്യനാട് പഞ്ചായത്ത് മുൻ അംഗം ജീൻ മാവേലി, മഴുവന്നൂരിലെ 2020യുടെ കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവരാണ്. ഇവർ 3 പേരും കോൺഗ്രസിൽ ചേരുകയും ചെയ്തു. ഇവരോടൊപ്പം നിരവധി പ്രവർത്തകരും 2020 വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു എന്നാണ് അവരുടെ അവകാശവാദം. അതോടൊപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ പാർട്ടി വിടും എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകളൊന്നും ഈ കാര്യത്തിൽ ഒന്നും നടന്നിട്ടില്ല. BJPയിലേക്ക് 2020 BJPയുടെ സഖ്യകക്ഷിയായി മാറി, ഇന്ത്യയുടെ ഭാഗമായി മാറി എന്ന് അവർ പോലും അറിഞ്ഞത് വാർത്തകളിൽ നിന്നാണ് എന്ന് ഈ പാർട്ടി വിട്ട ആളുകൾ പറയുന്നു. ഇത്തരത്തിൽ യാതൊരു കൂടിയാലോചനയുമില്ല. ഒരു തരത്തിലുമുള്ള കാര്യങ്ങളിൽ പാർട്ടി പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അദ്ദേഹം നടപ്പാക്കാൻ പറയുന്നു. അത് തന്നെ നടപ്പാക്കി മുമ്പോട്ട് പോകുന്നു. ഭരണത്തിലായാലും എല്ലാ കാര്യങ്ങളിലായാലും അങ്ങനെയുള്ള ഒരു ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇതിനൊപ്പം ഈ ലോയൽറ്റി കാർഡിന്റെ മറവിൽ BJPക്ക് വേണ്ടി 2020 നേതൃത്വം സർവേ നടത്തി. അത് മതം, ജാതി തുടങ്ങിയവ ചോദിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആയിരുന്നു. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ ഈ കുന്നത്തുനാട് മണ്ഡലത്തെ കൃത്യമായി മണ്ഡലത്തിലെ ആളുകളുടെ ഡേറ്റ അടക്കം ഇങ്ങനെ BJPക്ക് വിറ്റുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് 2020 നേതൃത്വം ഇവിടെ കാഴ്ചവെക്കുന്നതെന്നും ഈ പാർട്ടി വിട്ടവർ ആരോപിക്കുകയും ചെയ്യുന്നു. ഇതിനോടൊപ്പം മറ്റ് പാർട്ടികളിലേക്ക്, CPIM അടക്കമുള്ള പാർട്ടികളിലേക്കും ആളുകൾ ചേരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് വലിയ തോതിൽ പ്രകടമാണ് സംഗീത. തീർച്ചയായും അനിൽ, എന്താണെങ്കിലും 2020യുടെ ഭാവി എന്ത് എന്നുള്ളത് തന്നെയാണ് അവിടെ അവശേഷിക്കുന്ന ചോദ്യം. അതിൽ ഈ രീതിയിലുള്ള പൊട്ടിത്തെറി അത് ഏത് ഘട്ടത്തിലേക്ക് ഇനി വഴി മാറുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അനിൽ ജോർജാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി